ഹലോ നമസ്കാരം. ഞാൻ അജോയിയാണ്. ഞാനിപ്പോൾ പറയാൻ വന്നത് വേറൊന്നുമില്ല, ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുമല്ല, നമ്മളെ എത്തനോൾ വണ്ടിയിൽ ഈ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ളതിൻ്റെ കാര്യം ആദ്യം നല്ല മൈലേജ് കിട്ടിയിരുന്നു. മൈലേജ് പോയി, വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവാൻ തുടങ്ങി. സർവീസ് സെൻ്ററിലാണ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവണു. അത് അതിൻ്റെ എന്തൊക്കെയോ തുറന്നതിനുള്ള ആകെ അതിൻ്റെ ഓരോ സാധനങ്ങളൊന്ന് തുടങ്ങിയിട്ട് പിന്നെ അതൊക്കെ കളയണമെന്ന് പറയുന്നത്. അപ്പം അതിനോട് നന്നായി കൊടുത്തിട്ട് അപ്പം ഞാനിത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരാണ്. അന്യായ ക്ഷമയാണ് നമുക്ക്. ഒരാളും ഒന്നും പറയുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ വരെ മിണ്ടാണ്ടിരിക്കുക ചെയ്യണം. അവർ വരെ ഇത് അവർക്ക് കാശ് കിട്ടിയിട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അവരും മിണ്ടാണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാരുടെ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ടൂ വീലർ ഓടിക്കാത്ത ആൾക്കാർ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവും അത്. പക്ഷെ എന്നിട്ടും നമ്മുടെ വണ്ടികൾക്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാജ്യത്തിലത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ കലർപ്പൊന്നിലും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ മിക്സിങ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ രാജ്യത്തിലത്തെ ഭരണാധികാരികൾ തന്നെ ആ നിയമത്തിന് അട്ടിമറിച്ചിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അക്രമം എന്നല്ലാണ്ട് എന്താ പറയുക. ഈ ഇത്രയും പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ എത്തനോൾ ഉണ്ടാക്കണത് തന്നെ. പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് വണ്ടികളിൽ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. വണ്ടികൾക്ക് ഉണ്ടാകുന്ന ഇത്രയും വലിയ ബുദ്ധിമുട്ട്, കേടാവിൽ ഇപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് എക്സ്പെരിമെൻ്റാണെന്ന് പറയുന്നത് കോടതിയിൽ അതിൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ. അപ്പോൾ നാട്ടുകാരുടെ വണ്ടിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. കാരണം അവർ ആണല്ലോ നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരുടെ വണ്ടി അവർ ഫ്രീ ആയിട്ട് തന്നിട്ട് നമ്മൾ ഓടിക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെ അത് എക്സ്പെരിമെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ അറിയുള്ളൂ. ഇപ്പോൾ ഡീസലുകാർക്ക് രക്ഷയില്ല. അവരുടെ ഇതിൽ ഡീസലും ഇനി മിക്സ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഏറെക്കുറെ പെട്ടു ഇതിൽ. ഞാനെന്നോ അല്ലെങ്കിൽ BJP എന്നോ കോൺഗ്രസ് ഇല്ല, എല്ലാവരും. BJPക്കാർക്കും വണ്ടി ഉണ്ടാവുമല്ലോ, അവരൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഞാനിത് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഇനി നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കുക. പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുക. ഷെയർ ചെയ്തുകൊണ്ട് പ്രതികരിക്കണം ഞാൻ പറയുന്നത്. ഷെയർ ചെയ്തുകൊണ്ട് ഇതൊന്നും ആവാൻ പോകണില്ല. അറ്റ്ലീസ്റ്റ് ഇത് കണ്ടു എന്നെങ്കിലും കാണാൻ വേണ്ടി ഒരു ലൈക്കെങ്കിലും ഇട്ടാൽ ഉപകാരം. എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ കാണാം.